DCB മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, SBI ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉടമകൾക്കുള്ള സേവന നിരക്കുകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇത് പ്രകാരം BSBD അക്കൗണ്ട് ഉടമകൾക്ക് പ്രതിമാസം ആകെ 4 തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. 5ാമത്തെ തവണ മുതൽ നിശ്ചിത നിരക്ക് പണം പിൻവലിക്കുന്നതിന് ഈടാക്കുന്നതാണ്. ഓരോ അധിക പിൻവലിക്കലിനും 15 രൂപയും അതിന് മേലുള്ള GSTയും ബാങ്ക് ഈടാക്കും. പുതിയ നിബന്ധനകൾ 2026 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. 4 സൗജന്യ പിൻവലിക്കലുകൾ കണക്കാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രധാന മാറ്റം വരുത്തിയിരിക്കുന്നത്. നേരത്തെ പ്രതിമാസ പരിധിയിൽ ഡിജിറ്റൽ ഇടപാടുകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഒക്ടോബർ 1 മുതൽ സൗജന്യ പിൻവലിക്കലുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ ഡിജിറ്റൽ ഇടപാടുകളും ഇതിൽ ഉൾപ്പെടുത്തും. അടുത്ത അറിയിപ്പ്, നെഹ്റു ട്രോഫി ജലോത്സവ ദിനമായ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ചുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കും തടയിടാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. ഓഗസ്റ്റ് 24 മുതൽ ഒരു വ്യക്തിയുടെ പേരിൽ അനുവദനീയമായ പരിധിയിൽ കൂടുതൽ സിം കാർഡുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ കണക്ഷൻ നൽകുന്നത് ടെലികോം കമ്പനികൾ പൂർണ്ണമായും നിർത്തിവെക്കും. ഇതിനായുള്ള കർശന നിർദ്ദേശം BSNL, ജിയോ, എയർടെൽ, VI ഉൾപ്പെടെയുള്ള എല്ലാ ടെലികോം സേവനദാതാക്കൾക്കും ടെലികോം വകുപ്പ് നൽകിക്കഴിഞ്ഞു. ഈ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ടെലികോം മന്ത്രാലയത്തിന്റെ പ്രത്യേക ഡിജിറ്റൽ ഇന്റലിജന്റ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനാണ് കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഓഗസ്റ്റ് 23 മുതൽ പരിധി കടന്ന ഉപഭോക്താക്കളുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ DIP പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. അപേക്ഷകർ നൽകുന്ന വിവരങ്ങൾ പരിശോധിക്കാനും തട്ടിപ്പുകൾ തടയാനും ഇത് വഴിയൊരുക്കും. അടുത്ത അറിയിപ്പ്, ദേശീയ പാതകളിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ആശ്വാസമായി പുതിയ സംവിധാനം എത്തിയിരിക്കുകയാണ്. രാജ്യത്തെ 121 ടോൾ പ്ലാസകളിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഓൺലൈൻ ഫാസ്ടാഗ് ലോക്കൽ പാസ് സൗകര്യം ആരംഭിച്ചു. യോഗ്യതയുള്ളവർക്ക് ഇനി ടോൾ പ്ലാസയിൽ നേരിട്ടെത്താതെ തന്നെ മൊബൈൽ ആപ്പ് വഴി ലോക്കൽ പാസിന് അപേക്ഷിക്കാം. റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയമാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് അറിയിച്ചത്. ഇതോടെ താമസ സ്ഥലം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ളവ ടോൾ പ്ലാസയിലെത്തി സമർപ്പിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാകും. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വീടുകളിലെത്തിയുള്ള മസ്റ്ററിംഗ് സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കും. കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് മാത്രമായിരിക്കും തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രത്തോടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വീട്ടിൽ മസ്റ്ററിംഗ് നടത്തുക. കിടപ്പ് രോഗികളൊന്നുമല്ലാത്തവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വാർഡ് ക്യാമ്പുകൾ വഴിയോ ഒക്കെ സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മാത്രമല്ല, ഇന്ന് ഓഗസ്റ്റ് മാസത്തെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ഓഗസ്റ്റ് 19 മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചെങ്കിലും ഭൂരിഭാഗം പേർക്കും ഇന്നലെയാണ് തുക ക്രെഡിറ്റായി തുടങ്ങിയത്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.